Now this cone-shaped mountain in front of us here is the Pap of Glencoe. PAP. ഗ്ലെൻ എന്നാണ് പറയുന്നത്. ഗ്ലെൻകോ എന്നുള്ളൊരു നമ്മളൊരു മറ്റേ ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഗ്ലെൻ ഇതൊന്നുമില്ല, അങ്ങോട്ട് പോവാ വെറുതെ. അവിടെ ഒരു ചെറിയൊരു ഗ്രാമം, ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്രാമം. അവിടെ കുറച്ച് ആക്ടിവിറ്റി പറഞ്ഞൊന്നുമില്ല, കുറച്ച് കാണാനും ഒക്കെ ആയിട്ട്. ഇവരുടെ പഴയ തരത്തിലുള്ള ഗ്ലെൻ എന്നുള്ള ഈ ഗ്രാമത്തിലുള്ള വീടാണ് ഈ കാണുന്നത്. ഒക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അവരുടെ സ്റ്റൈല്. ഫിഷർമാനാണ് ഇവിടെ കൂടുതലും. ഫിഷിങ്ങാണ് ഇവരുടെയൊക്കെ കൂടുതൽ തൊഴിൽ. ഇപ്പോൾ ഗ്ലെൻ എന്നുള്ള ഗ്രാമം കുന്നും മലകളും തടാകങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിൻ്റെ ഹൈലാൻഡ് എന്ന് പറയുന്നത് കുന്നുകൾ, ചെറിയ ചെറിയ കുന്നുകളും മലകളും, പിന്നെ ചോട്ടിൽ തടാകങ്ങളും. അതാണ് സ്കോട്ട്ലൻഡിൻ്റെ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്ലെൻ എന്നുള്ള സ്ഥലമാണ്. നമുക്ക് എന്ത് രസമായിട്ടാണ്. അപ്പോൾ അതാ ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ഒബാനിൽ നിൽക്കുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ മഴക്കാറ് കയറുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ക്ലൈമറ്റ് മാറും. നമ്മൾ ജാക്കറ്റൊന്നും ഇടാണ്ട് വന്നാൽ പെട്ടു, ജാക്കറ്റ് ഇട്ട് വന്നാലും പെടും. കാരണം നല്ല ചൂടായിരിക്കും ജാക്കറ്റ് ഇട്ട് വരുന്നു കഴിഞ്ഞാൽ. ജാക്കറ്റ് ഇടാണ്ട് വന്നു കഴിഞ്ഞാൽ തണുക്കുകയും ചെയ്യും. ആണല്ലേ. ഇപ്പം ഗ്ലെൻ എന്നുള്ള സ്ഥലത്താണ് ഞാൻ. നോക്കൂ ഭംഗി, എത്ര നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണെന്ന്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ സ്ഥലത്തിൻ്റെ ചുറ്റോട് ചുറ്റുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം, നടുക്ക് ഒരു തടാകവും. അതാണ് ഗ്ലെൻ എന്നുള്ള സ്ഥലം. ഒരു ചെറിയ ഫിഷിംഗ് വില്ലേജാണത്. ഇവിടെയൊക്കെ മഴക്കാറാണ്. ആ മലയുടെ മുകളിൽ നല്ല വെയിലും. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കൂ, ആ മല മുഴുവൻ വെയിൽ. ഞാനതിനെ അതാക്കണ്ട. എങ്ങനെയായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തും. വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ഗ്ലാസ്ഗോയിലേക്ക് എത്തണം. നാളെ നമ്മൾ ഗ്ലാസ്ഗോയിൽ നിന്ന് യാത്ര പുറപ്പെടുകയായി അയർലൻഡിലേക്ക്. നോർത്തേൺ അയർലൻഡായിട്ടുള്ള ബെൽഫാസ്റ്റ് എന്നുള്ള സ്ഥലത്തേക്കാണ്. ബസ്സിന് പോയിട്ട് ബസ് ഫെറിയിൽ കൊണ്ടുപോകും. ഗ്ലെൻ എന്നാണ്, GLENCOE. പക്ഷേ നമ്മൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യരുത്, കാരണം ഇത് സ്കോട്ടിഷ് വേർഡാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് ഗ്ലെൻ, നമ്മൾ ഇപ്പോൾ ആ സ്പെല്ലിങ് മാതിരി വായിക്കാൻ പറ്റില്ല എപ്പോഴും. ഗ്ലെൻകോയ് എന്നൊന്നും വായിക്കാൻ പറ്റില്ല. ഗ്ലെൻ എന്നൊക്കെയാണ് വായിക്കുന്നത് അവർ സ്കോട്ടിഷിൽ. ഇതാണ് ഹാരി പോട്ടറിൽ കാണിക്കുന്ന ഫോറസ്റ്റ് ഉണ്ടല്ലോ. At the end of filming the movie, all trace of that hut had to be taken away, so it doesn't exist today. Wow. Oh. That's where Hagrid's was. Ridge Walk. About 4 miles of that is a 1 yard, roughly a 1 metre wide path with a 2,000 foot drop on either side. I've actually seen people crawling along that path because folk that don't normally get affected by vertigo tend to get it up there simply because you're very exposed. Kind of freaks people out a little bit. He was a great lover of wild spaces, and he was a London businessman, but he was a member of the Scottish Mountaineering Council back in the 1920s, and at that point Glencoe was under threat from developers. And Percy, being quite an influential guy, basically crowdfunded enough money to buy the entire glen, including the 6 cottages and 1 farm. He then gifted the entire lot to the National Trust for Scotland on 3 conditions. Number 1, no additional houses were to be built. Number 2, no additional roads. And number 3, no additional footpaths. And the only concession
in over 90 years has been the installation of 2 footpaths and 2 Glen. footbridges for health and safety. Because Percy could never have seen the sheer numbers of people that come to go mountain walking here. By and large, the Glen's much the way it was in the 1920s. It's famous for its red deer and also for its wild goats as well. രണ്ട് സൈഡ് മലകളും നടുക്ക് റോഡും ആയിട്ടുള്ള ഗ്ലെൻ എന്നുള്ള സ്ഥലത്താണ്. ആ വഴിക്ക് പോകുന്ന റോഡും മലകളുമാണ് അത് മുഴുവൻ. I was 17-year-old. I was up there with 2 guys who were railway workers actually, who were keen mountain walkers, and I just total trust that these guys would get me back off again. The second time I did it I was 34 and I was much more aware of mortality the second time I did it. We're going to pull in here just silent, so it's Achna Biach. അഹന ബിയർ. വൺ മോർ ടൈം. അഹന Achna Biach. അഹന ബിയർ. ഓ അങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. Try saying it with your ഈ ഗ്ലെൻ എന്നുള്ള സ്ഥലത്തേക്കുള്ള പല കാഴ്ചകളാണ് ഇതൊക്കെ. പല പല കാഴ്ചകളാണ്. ഒരു മലമ്പ്രദേശമാണത്. ഹൈലാൻഡ് ഓഫ് സ്കോട്ട്ലൻഡിൽ തന്നെ ഗ്ലാസ്ഗോൻ്റെ ഹൈലാൻഡ്സ് എന്ന് പറയാം. ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോലാൻഡാണ്. ഗ്ലാസ്ഗോൻ്റെ ഹൈലാൻഡാണ് അതിലെ ഗ്ലെൻ എന്നുള്ള സ്ഥലം. ഉണ്ടോ? മുഴുവൻ മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നിരുന്ന് വെള്ളമടിക്കുക, ഇവിടെ വന്നിരുന്നിട്ട് വർത്തമാനം പറയുക. ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഈ മലയുടെ മുകളിലേക്കൊക്കെ ആൾക്കാർ കയറിത്രേ. എന്നിട്ട് അവിടെ പോയിട്ട് സ്കോച്ച് വിസ്കി അടിച്ചിട്ട് പോരുന്നാണ് പറയണത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു ലാൻഡ്സ്കേപ്പും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ റീജനറേഷൻ, അതായത് അവർ പൈൻ ഫോറസ്റ്റ് വളർത്തുന്നതിൻ്റെ ഒരു എഫോറസ്റ്റേഷൻ അതാണത്. അത് മാത്രമല്ല അതിൻ്റെ ഒരു നഴ്സറി മാതിരിയാണ് വെച്ചിരിക്കുന്നത് അവർ. കണ്ടോ? കംപ്ലീറ്റ് നല്ല പനോരമിക് വ്യൂ ആണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ടൂറിൻ്റെ ലാസ്റ്റ് ഭാഗമായി. ഇന്ന് ഇപ്പോൾ ടൂറ് കഴിഞ്ഞ് നമ്മുടെ ഒബാൻ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി, സിറ്റിയിലേക്ക് തിരിച്ചെത്തി. മണിപ്പോൾ 7 ഇനിയിപ്പോൾ ഇതിന്ന് ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഞങ്ങൾ ബെൽഫാസ്റ്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.